ഒരു കവല തിരിയുമ്പോൾ 4 ഹോർഡിങ്സിൽ 3 തന്റെ പടം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ വീണുപോയിരിക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പിണറായി 3.0 ആ ഒരൊറ്റ പോയിന്റ് മതി 100 സീറ്റോടെ UDF കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫ്ലെക്സ് വെക്കാൻ കൊടുക്കുന്ന പണത്തിന്റെ 1000-1 സ്വന്തം വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരിയുടെ ചികിത്സക്ക് കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു ഭരണകൂടത്തോട് ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ച കത്രിക 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തിട്ട് ഇനി 3ാമതും സർക്കാർ വരുമെന്ന് പറയുന്നവനെ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ അയ്യന്റെ സ്വത്ത് കവർന്നിട്ട് അയ്യനെ പോലും വെറുതെ വിടില്ലെന്ന് സുപ്രീം കോടതി ഈ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് അഴിമതി അത് അവകാശമാക്കി മാറ്റിയ ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ എഴുന്നേറ്റ് BJP-കാരൻ പറയുന്നതിനേക്കാളും വർഗീയത ഈ മണ്ണിൽ പറയാൻ ശ്രമിക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പേര് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗമല്ല, യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ അംഗമല്ല, ശ്രീ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോ അതൊന്ന് തിരുത്താൻ പോലും തയ്യാറാവാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണത്തോടും അധികാരത്തോടും മാത്രം താല്പര്യമുള്ളവരായി മാറുന്നുവോ? TK ഗോവിന്ദനെ പോലെ തളിപ്പറമ്പിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു. കുഞ്ഞികൃഷ്ണനെ പോലെ പയ്യന്നൂരിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു. പാലക്കാട്ട് കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ പുറത്തിറങ്ങുന്നു. ഐഷ പോറ്റി പുറത്തിറങ്ങുന്നു. നിങ്ങളുടെ കടന്നൽ കൂട്ടത്തിന്റെ നേതാവായിരുന്ന PV അൻവർ പോലും നിങ്ങളെ വിട്ടിട്ട് ബേപ്പൂരിൽ UDF-നൊപ്പം ചേർന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോ അറിയണം, ജനങ്ങൾ മാത്രമല്ല ഇന്നോവ തിരിയുമെന്ന പേടി ഉള്ളത് കൊണ്ട് മാത്രം പുറത്തിറങ്ങാതിരിക്കുന്ന ആളുകൾ അവരും അവരുടെ വോട്ടവകാശം ഉപയോഗിക്കുമ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലൊരു തിരിച്ചുവരവ് അത് കേരളത്തിൽ സാധ്യമാകുമെന്നൊരു ഉറപ്പാണ്.